ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്ന് ഫ്രാൻസിൽ ജസ്റ്റ് ഒരു ഡിന്നറിന് പോവുകയാണ്. പുറത്ത് ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ച് വരാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. സോ വെൽക്കം ബാക്ക്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞാൻ നടപ്പ് തുടങ്ങി. എന്തായാലും ഒരു ഈവനിങ് വാക്ക് ആകാം എന്നിട്ടാവാം ഡിന്നർ. അതിൻ്റെ മെയിൻ കാരണം എൻ്റെ കൂടെയുള്ളവർ ഓൾറെഡി സ്വിമ്മിങ്ങിന് പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കൂടെയാണ് ഡിന്നറിന് പോകുന്നത്. അപ്പം നിങ്ങളിത് കാണുന്നതാണ് ഇവിയോൺ ലേക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ബോർഡർ ഷെയർ ചെയ്യുന്ന പ്ലേസ് ആണ് കേട്ടോ. ഫ്രാൻസും സ്വിറ്റ്സർലാൻഡും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിയാൻ. ഇവിയാൻ എന്ന് പറയുന്നത് ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് ജനീവ ലേക്കാണ്. ജനീവ ലേക്ക് ആക്ച്വലി സ്വിറ്റ്സർലാൻഡിലെ ലേക്കാണ്. ആ ലേക്കിൻ്റെ സദേൺ പാർട്ടിലാണ് ആ സീ ഷോർ ഷെയർ ചെയ്യുന്നത് ഈ ഫ്രാൻസുമായിട്ടാണ്. ഫ്രാൻസിൻ്റെ ഈസ്റ്റേൺ പാർട്ടുമാണ് ഈ ഇവിയാൻ എന്ന് പറയുന്ന പ്ലേസ്. ട്രീ കണ്ടോ, ക്രേസി ട്രീ, ഫുള്ള് സ്ലീപ്പിംഗ് പൊസിഷനാണ്. ഫുള്ള് സ്ലീപ്പിംഗ് ട്രീ എന്നൊക്കെ പറയാം ആണെങ്കിൽ. ഓ മൈ ഗോഡ്, ഫുള്ള് ബോട്ട്സ് ആണ് കേട്ടോ. ബോട്ട് ഓപ്പോസിറ്റ് സൈഡ് ലുക്ക് ക്രേസി, നിറച്ചും ബിൽഡിംഗ് ആണ് കേട്ടോ. ആ ലൈറ്റ് വൈറ്റ് കാണുന്ന ഫുള്ള് ബിൽഡിങ്ങാണ്. അതെന്തോ വലിയൊരു സിറ്റിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഒരു എന്താ പറയുക, ഒരു പോർട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ആണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പല ടൈപ്പ്, നമ്മൾ പായക്കപ്പൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ പുറത്ത് അവർ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഷീറ്റൊക്കെ പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ആ പായക്കപ്പലിനുമായിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. അപ്പം ഞാനിങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഈവനിങ് വാക്കായിരുന്നു. ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോകാൻ നല്ല രസമായിരുന്നു. ഒരുപാട് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ആ പായക്കപ്പൽ കെട്ടുന്നതാണ്. അങ്ങനെ അവരിപ്പം പോകാൻ വേണ്ടിയിട്ട് അത് കെട്ടിയെല്ലാം റെഡിയാക്കുന്നതാണ്. ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിനെ സ്പാ ടൗൺ എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര മിനറൽ കണ്ടൻ്റ് ആണുള്ളത്. മിനറൽ വാട്ടറാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഒരുപാട് സ്ഥലത്ത് സ്വിമ്മിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്യുന്നത്. ഒരുപാട് പേര് ജസ്റ്റ് അവർ വന്ന് സ്വിമ്മിങ് ചെയ്ത് ഡ്രസ്സ് ഇട്ട് പോകുന്നു, ഇടയ്ക്ക് വരുന്നു. അങ്ങനെ ഒരു ഭയങ്കര കാഷ്വലായിട്ട് എല്ലാവരും സ്വിമ്മ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വെള്ളമൊക്കെ നോക്കണം, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു. അപ്പം ആ ഒരു സ്വിമ്മിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഡിന്നറിന് പോവാണ്. അടിപൊളി വ്യൂവിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്ടോ. ഇത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാനാണല്ലോ വന്നത്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ഐ തിങ്ക് ഒരു 8 o'clock 9 o'clock എന്തോ ആവുന്നുണ്ടായിരുന്നു. അത് ഫുഡ് കഴിക്കാൻ പോയി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ട്രെമസോ. നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ട്രെമസോ. ഇത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ ഫുഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫ്രാൻസിലെ ഫുഡൊന്നുമല്ല, പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്നത്. ഇവൻ നമ്മുടെ നാട്ടിലും ഉണ്ട് ട്രെമസോ ഒക്കെ. അപ്പോൾ ഞാൻ ആദ്യൊരു സാധനം ട്രൈ ചെയ്തു. പിന്നെ ഈ ഒരു ഫുഡ് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറേ ലീഫൊക്കെ ആയിരുന്നു. സംഭവം മാനേജ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അടിപൊളി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ വാക്കിംഗ് ത്രൂ ദ റിയൽ ഫ്രഞ്ച് സ്ട്രീറ്റ്. നമ്മൾ പോണ്ടിച്ചേരി പോയിട്ടും ഫോർട്ട് കൊച്ചി പോയിട്ടും ഗോവയിൽ പോയിട്ടും ഒക്കെ ഫ്രഞ്ച് സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ദ റിയൽ ഫ്രഞ്ച് സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിയോണിലൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ് കേട്ടോ. ഇവിയോൺ എന്ന് പറയുന്നത് സ്ഥലത്താണ് ഞാനുള്ളത്. ഇതെൻ്റെ ഹോട്ടലും പരിസരങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി ഗോൾഡൻ അവറായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 o'clock എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കേട്ടോ അവിടെ ഒരു സൺസെറ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. It's not very normal. I think they need a little bit colder.
ഓക്കെ. അപ്പോൾ ഡൺ ഫോർ ദ ഡേ. അപ്പോൾ ബാക്ക് ടു ദ ഹോട്ടൽ റൂം. ആൻഡ് നാളെ എനിക്ക് വർക്കുണ്ട്. സോ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് മേ ബി ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള വിഷ്വൽസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഞാനിന്ന് ഇവിടുന്ന് റിട്ടേൺ പോരുവാണ് കേട്ടോ. നമ്മളിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ കാറിലാണ് തിരിച്ച് നമ്മൾ ജനീവ സ്വിറ്റ്സർലാൻഡ് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ. ഇത് ജനീവ ലേക്കിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ജനീവ ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് ഓൾമോസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ട്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കുറേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇതൊക്കെ ഗോതമ്പാണെന്ന് തോന്നുന്നു. കുറേ ഫീൽഡ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രാൻസിൽ കൂടെ ആയിരുന്നല്ലോ ട്രാവൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ വി ആർ ക്രോസ് ദ ബോർഡർ ഓഫ് സ്വിറ്റ്സർലാൻഡ്. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലെത്തി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മേ ബി എൻ്റെ കഴിഞ്ഞ വ്ലോഗ് കണ്ട് കാണും. ഇതാണ് ജനീവ ലേക്കിൻ്റെ ആ ഒരു ഫൗണ്ടെയിൻ. ദൂരെ കാണുന്നതാണ് ആ ഒരു ഫൗണ്ടെയിൻ. അത് ഭയങ്കര ഫേമസ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ. ഈ ഒരു കാറാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീക്ക് ഫുള്ളും ഇവിടെ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് റെൻറ്റിലെടുക്കുന്നൊരു കാറാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പെട്രോൾ അടി നമ്മുടെ അവിടുത്തെ പോലെയല്ലല്ലോ, നമ്മൾ സെൽഫ് സർവീസ് ആണല്ലോ. അപ്പം ഞാൻ അത് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ടോക്കൺ ഇട്ട് എടുത്തിട്ട് പിന്നെ ലേറ്റർ അവിടെ ഒരു ഷോപ്പുണ്ട് അവർക്ക്. പെട്രോൾ പമ്പിലൊക്കെ ഷോപ്പ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ഷോപ്പിലാണ് നമ്മളതിൻ്റെ ബില്ല് പേ ചെയ്യുന്നത്. ആ ബില്ല് ഇവിടെ നമുക്ക് ഓട്ടോ ജനറേറ്റഡ് കിട്ടും. അത് കൊടുത്ത് ജസ്റ്റ് നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും വേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് നമ്മൾ അന്നേരം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പം എയർപോർട്ടിലോട്ട് കയറാൻ പോവാണ്. എയർപോർട്ടിലെത്തിയത് ഒരു ലഞ്ച് ടൈം കഴിഞ്ഞിട്ടുള്ളൊരു സമയത്തായിരുന്നു. അപ്പം നല്ല വിശപ്പായിരുന്നു. നല്ലൊരു അടിപൊളി ഫുഡ് കിട്ടി. ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഈ ഒരു ഫുഡ് കഴിച്ചു. ഇതൊരു പാസ്ത വെറൈറ്റിയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് ട്രാവൽ ചെയ്തുകൊണ്ട് നല്ല സ്ലീപ്പി ആയിരുന്നു. ആൻഡ് എൻ്റെ ഭാഗ്യം എൻ്റെ രണ്ട് സൈഡിലും ആരും ഉണ്ടായിരുന്നില്ല, കാലി സീറ്റായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി ട്രാവൽ ചെയ്ത് ഡെൻമാർക്കിലെത്തി. അപ്പം ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടർഫുള്ളായിട്ടും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടും എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലേസിലൊക്കെ പോകാനും അവിടുത്തെ പല കാഴ്ചകളും കാണാൻ പറ്റി. കുറേ സ്ഥലമൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളവിടെ പോകാനും ആ രണ്ട് കൺട്രീസിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഉള്ള ഒരു ഡിഫറൻസും ഒക്കെ കാണാൻ പറ്റി. അപ്പം ഐ വാസ് വെരി ഹാപ്പി ഫോർ ദാറ്റ്. Hope you guys enjoyed my vlog. So please do like, share and subscribe to my YouTube channel. So see you in my next vlog. Thank you for watching. Bye bye.